എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാലക്കുടി പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പലപ്പോഴും ഉപയോഗിക്കാതെയും പലരും കയ്യേറിയും ഒക്കെ കിടക്കുന്ന അവസ്ഥ പലരും റിപ്പോർട്ട് ചെയ്തതിന് വലിയ കാര്യമായിട്ടൊന്നും ഇടപെടലില്ല. ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ഒരുപോലെ പറഞ്ഞിട്ടും യാതൊരുവിധ ഇടപെടലില്ലാത്തൊരു കാര്യം എന്നറിയോ, നമ്മുടെ റോഡുകളിലൊക്കെ സൈഡുകളിൽ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ സ്ഥാപിച്ചിട്ടുള്ള ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്ന ഒരു സംഗതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവില്ലേ? എൻ്റെ ശ്രദ്ധയിൽ കുറേ നാൾ പെട്ടിട്ടുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകില്ല, കാരണം അതിനേക്കാളും ചില പ്രധാനപ്പെട്ട സംഭവങ്ങളുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ ഒരു 3-4 ദിവസം മുൻപ് എൻ്റെ ഒരു ഫോളോവർ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ അതെന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു സ്ഥാപനത്തിനെതിരെ വാർത്ത ചെയ്യാൻ എന്നെ കൊണ്ട് പ്രേരിപ്പിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളൊരു കാറിൽ പോകുന്ന സമയത്ത് എടുത്തതാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം എവിടെയാണെന്നറിയോ? നമ്മുടെ ചാലക്കുടി മെയിൻ റോഡിൽ നമ്മുടെ ആ ഓറഞ്ച് ബേക്കേഴ്സിൻ്റെ ഒക്കെ ആ നടുക്കിക്കോടെ മാർക്കറ്റിലേക്ക് കിടക്കുന്ന വഴിയുണ്ടല്ലോ, അവിടെ നമ്മുടെ പൈലപ്പേട്ടൻ്റെ അനുജൻ നടത്തുന്ന ഒരു കടയുണ്ട്, വേഴപ്പറമ്പിൽ വെജിറ്റബിൾസ് അല്ലേ. അതെ, ആ സ്ഥാപനത്തിൻ്റെ മുന്നിൽ പോകുന്ന നടപ്പാതേക്കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഞ്ചരിച്ച് പോകാൻ പറ്റുമോ? അത് മുഴുവനും കയ്യേറിയേക്കുക ആര്? ഈ സ്ഥാപനം തന്നെ. ഇനി അത് മാത്രമല്ല, അവിടെ അവരുടെ കച്ചവടത്തിന് ശേഷം വരുന്ന സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാലിന്യം അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഇവിടേക്കുണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സംഭവം എന്താണെന്നറിയോ? വീഡിയോയിൽ കാണുന്ന സംഭവം അവിടെയുള്ള ഈ മാലിന്യങ്ങളും സാധനങ്ങളൊക്കെ ഒരാൾ ഇരുന്ന് അതുകൊണ്ട് ഇങ്ങനെ ഒരു കോലുകൊണ്ട് ഇങ്ങനെ മാറ്റി ഇടണണ്ട. അത് എവിടേക്കാണ് മാറ്റി ഇടണത്? അത് ഏറ്റവും വലിയ അപരാധമാണ് ചെയ്യണത്. എനിക്ക് ആ വീഡിയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇത് പോയി നോക്കി എന്നിട്ട് എവിടെയാണ് അവിടെ ആ ഫുട്പാത്തിൻ്റെ ഉള്ളിലേക്കുള്ള കാനയിലേക്കുള്ള ഒരു ചെറിയൊരു ഒരു വിടവുണ്ട്, അതിലേക്കാണ് കുത്തി നിറച്ചിടണത്. എന്താണ് ഈ കാണിക്കുന്നത്? നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തന്നെ നന്നായിട്ട് പോകണല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ അവശിഷ്ടങ്ങൾ മുഴുവൻ തള്ളിയിട്ട് അത് ബ്ലോക്കാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശരിയില്ല. പ്രത്യേകിച്ച് ഈ സ്ഥാപനം വളരെ മാതൃകാപരമായിട്ടൊരു സംഗതി സ്വീകരിച്ചില്ലെങ്കിലും നിയമലംഘനം നടത്താൻ പാടുള്ളതല്ല. കാരണം എന്താ, ആളുടെ ചേട്ടൻ വി ഒ പൈലപ്പൻ നഗരസഭാ ചെയർമാനായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് എന്തെല്ലാം ചെയ്യാന്നുള്ള രീതി ശരിയല്ല. ഞാൻ പറയുന്നത് നടപ്പാതെ കയ്യേറിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളത് വാർത്ത ചെയ്യാനൊന്നും പോയില്ല. പക്ഷേ ഇത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. നഗരസഭാ അധികാരികളെ ഞാൻ വെല്ലുവിളിക്കുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷയത്തിൽ ഇടപെടും. നിങ്ങളുടെ നഗരസഭാ കൗൺസിലർമാർ കൂടുന്ന യോഗത്തിൽ തന്നെ വിഷയം ഉന്നയിച്ചിട്ടുള്ളതല്ലേ? ഭരണസമിതിയിൽ നിന്ന് ഉന്നയിച്ചിട്ടുണ്ട്, പ്രതിപക്ഷത്തു നിന്ന് ഉന്നയിച്ചിട്ടുണ്ട്, എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട്. ആദരണീയനായ UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വലപ്പൻ, നഗരസഭാ ചെയർപേഴ്സണായിട്ട് ഇപ്പോൾ താങ്കളുടെ ഭാര്യ ആലി ഷിബു, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സവിനയം ഈ സാധനം വയ്ക്കണം. അവരെ പറഞ്ഞൊന്നും മനസ്സിലാക്കണം. ഞാൻ ആ ചേട്ടനോട് പറയാമോളെ, എൻ്റെ ഉള്ള സ്നേഹമൊക്കെ പോകട്ടെ, ഇതുവരെ നല്ല സ്നേഹം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് സ്നേഹം ഉണ്ടാവില്ലേ? ഇത് ശരിയല്ലല്ലോ, ഈ കുത്തിയിറക്കണ പരിപാടി. ആ ഫുട്പാത്ത് മുഴുവനും കയറിയുണ്ട്, അതുകൂടെ ആർക്കും കടന്നു പോകാൻ പറ്റും? അവിടെ എന്ത് സ്മെല്ലാണ് ചില അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ട്. ഇതൊന്നും ശരിയല്ലത്. ഈ വിഷയത്തിൽ സ്ഥിരം ഞാൻ പറഞ്ഞ പോലെ സ്വതന്ത്രമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കില്ല എന്നുള്ളത് അറിയാം. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എനിക്ക് ആ സ്ഥാപനം നടത്തുന്ന ചേട്ടനോട് പറയാനുള്ളത്, കുറച്ച് നാളുകളൊക്കെ നമ്മളിവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എവിടേക്കാണ് ഈ സമ്പാദിക്കുന്നത് മുഴുവനും കൂട്ടണേ? നമ്മളിരുന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പട്ടണ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന തോടുകളും മറ്റു സംഗതികളൊക്കെ എന്തിനാണെന്നുള്ളത് ചേട്ടാ അതൊന്നും മനസ്സിലാക്കണം. അത് തിരുത്തലുകൾ നടത്തണം. ഞാനിത് ഇനി ഇതിൻ്റെ പിന്നാലെ പോകാനില്ല. കാരണം ഈ വിഷയം ആരും ഇങ്ങനെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പക്ഷേ ഞാനത് ചൂണ്ടിക്കാണിക്കണം. എനിക്കത് അയാൾ കുത്തിയിരുന്നിട്ട് ആ സാധനം കുത്തിയിറക്കണം കണ്ടപ്പോഴാണ്. അത് ആ റോഡിലേക്കല്ല മുഴുവൻ കുത്തിയിറക്കണം. അത് ശരിയാണോ? അത് ശരിയല്ല. ഒരു നഗരസഭാ കൗൺസിലിൽ ഒരു മുതിർന്ന UDF ഒരു കൗൺസിലർ ഈ വിഷയം എടുത്തിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് പോകണം. എന്താണെന്നറിയോ? ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത കുറവ് അത് വർദ്ധിച്ച് ജാഗ്രത എന്ന് പറഞ്ഞ സാധനം തന്നെയല്ല, നിയമലംഘനം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ശരിയല്ല. ഈ വിഷയത്തിൽ ഇടപെടണം. ഇമാതിരി പണികൾ കാണിച്ച് ഈ തോടുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളെ കൃത്യമായ ഇടപെടലുകൾ അവർക്കെതിരെ ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.